ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ ടൈറ്റിൽ എക്സൽ കോംബോബോക്സ് Additem വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ യൂസർഫോം എക്സൽ VBA. കോംബോബോക്സ് ഇവിടെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോൾ Additemത്തിൽ അതിനു വേണ്ടി ഇവിടെ കോളമിൽ കുറച്ച് ഡാറ്റ ഫെബ്രുവരി മന്ത് നെയിം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് യൂണിക് ഉണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് ഹോം കണ്ടീഷണൽ ഫോർമാറ്റ് ഹൈലൈറ്റ് എന്തായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് യൂണിക് ഒക്ടോബർ നവംബർ ഡിസംബർ ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. ഓക്കെ, എത്രയുണ്ട് 1 to 50 റോയിലാണ് ഡാറ്റ കിടക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്, അതിനുശേഷം ഇൻസേർട്ട്, യൂസർ ഫോറം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പ്രോപ്പർട്ടി ഇവൻ്റെ ബാക്ക് കളർ എന്തായിരിക്കണം, ബാക്ക് കളർ വൈറ്റ് ആയിക്കോട്ടെ. ഫോണ്ട് സൈസ് ഒരു 14, തഹോമ 14. ഓക്കെ, ഇനി താഴെ ടൂൾ ബോക്സിലേക്ക് വന്നിട്ട് മൂന്നാമത്തെ ഐക്കൺ കോംബോ ബോക്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഹൈറ്റ് എത്ര വേണം നമുക്ക്, ഹൈറ്റ് 18 25 ആയിക്കോട്ടെ. എഫും സ്പേസിംഗ്. ഓക്കെ, ഇതിന് ഡെവലപ്പർ ടാബ്, ഇൻസേർട്ട്. ഇവിടെ 2 ഭാഗമായിട്ടുണ്ട്, ഫോം കൺട്രോൾ ആൻഡ് ആക്റ്റീവ് എക്സ് കൺട്രോൾ. നമുക്കിവിടെ ആക്റ്റീവ് എക്സ് കൺട്രോളിൽ കമാൻഡ് ബട്ടണാണ് വേണ്ടത്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടി, ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക് കളർ എന്താ ഇതായിക്കോട്ടെ. ക്യാപ്ഷൻ, ഷോ ഫോം. ഓക്കെ, ക്ലോസ് ചെയ്യുക വിൻഡോ. ഡബിൾ ക്ലിക്ക്, യൂസർ ഫോറം 1.show. ഓക്കെ, എന്ത് ചെയ്യുക, ഡെവലപ്പറിൽ വരാൻ ഡിസൈൻ മോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ആക്റ്റീവ് മോഡിലായി, കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്പർ ടാബ് പോകാം. വിഷ്വൽ ബേസിക്, യൂസർ ഫോൺ, ഡബിൾ ക്ലിക്ക്. പ്രൊസീഡർ വേണ്ടത് നമുക്ക് ഇനീഷ്യലൈസാ. ഡിം UID ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിക് ID. നിങ്ങൾക്ക് എന്താ ഇവിടെ ഇഷ്ടം അത് നിങ്ങൾക്ക് കൊടുക്കുക. ആസ് ന്യൂ കളക്ഷൻ, അതായത് ന്യൂ കളക്ഷൻ. ഈ വേരിയബിളിന് പ്രത്യേകത തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ അതായത് UIDയിലേക്ക് ജനുവരി 1 ടൈം സ്റ്റോർ ചെയ്താൽ 2 ജനുവരി വരില്ല, അതിൽ ആഡ് ചെയ്യില്ല. അപ്പോൾ ഡിബഗ് കാണിക്കും. ഓൺലി യൂണിക് ID മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റൂ. ഫോർ I ഈക്വൽ 1 to 50. 50 റോയിലമ്മോ ഡാറ്റ ഫില്ല് ചെയ്ത് 1 to 50. ശരി, UID.add sheet 1.cells ബ്രാക്കറ്റ് ഓപ്പൺ, I, A കോളം മേലെ നമ്മളെ ഡാറ്റ കിടക്കുന്നത്, കോമ സെയിം അതേ കോഡിങ് തന്നെ, ഷീറ്റ് 1.cells I, A. നെക്സ്റ്റ് I. ഇനി ഫോർ ഈച്ച് ഐറ്റം, ഞാൻ ഇവിടെ ITM കൊടുക്കണം. ITM ഇൻ UID. ഓക്കെ,
നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കണം. അവിടെ ഐറ്റം കൊടുക്കുന്ന മീ ഡോട്ട് combobox 1 ഡോട്ട് ആഡ് ഐറ്റം എന്തെന്ന് ITM. ഓക്കെ, ഇനി ലൂപ്പല്ല, നെക്സ്റ്റ് ITM. സോറി, ഈ ലൈൻ തെറ്റിപ്പോയി. ഓക്കെ, ഇവിടുന്ന് റണ്ണടിച്ച് ചിലപ്പോൾ ഡിബഗ് കാണിക്കും. ഡിബഗ് എന്തുകൊണ്ട് വന്നാൽ UIDയിൽ 1 ടൈം ജനുവരി ആയിട്ട് രണ്ടാമത് ജനുവരി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഡിബഗ് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഓൺ എറർ റീസ്യൂം നെക്സ്റ്റ് ഈ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. ഇനി ഓക്കെ, റണ്ണടിക്കാൻ. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, സാറ്റർഡേ. ഓക്കെ, മൊത്തം യൂണിക് ഐഡി ഡ്യൂപ്ലിക്കേറ്റ് അല്ലോ. 50ഓളം റോയിൽ നിന്ന് നമുക്ക് എത്ര 12, 7, 19 യൂണിക് ഐഡി നമുക്ക് ഫില്ല് ചെയ്ത് വന്നു. ആപ്പിൾ. ഓക്കെ, നവംബർ, ഡിസംബർ, ആപ്പിൾ, ഓറഞ്ച്, ബനാന, ഗ്രേപ്പ്, ആപ്പിൾ കൊടുക്കുക. ഇനി നോക്കാം. ഓക്കെ, എല്ലാ യൂണിക് ഐഡി അവിടെ കിടക്കുന്നത് ഫില്ല് ചെയ്തത് കോംബോ ബോക്സിൽ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.